2 ദിവസങ്ങളായിട്ട് നമ്മളുടെ 2024 സ്കെയിൽ അപ്പ് കോൺക്ലേവ് വളരെ സക്സസ്ഫുള്ളി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് വലുതാവണം എന്നല്ല എല്ലാവർക്കും ഉണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് ആരെങ്കിലും ഒരാൾ അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. അതാണ് എനിക്ക് ഫസ്റ്റ് നജീബ് കാന്തപുരം MLA കണ്ട സമയത്ത് ഫസ്റ്റ് മീറ്റിങ്ങിൽ എനിക്ക് ആ ഒരു സ്പാർക്ക് കിട്ടി. ഇത് എനിക്ക് ഇങ്ങനെ തോന്നിയത് എവിടെയെങ്കിലും കത്തും എന്നുള്ളത്. അതാണ് ഫെബ്രുവരി 2-3 നടന്ന സ്കെയിൽ അപ്പ് കോൺക്ലേവ് എന്ന് പറയുന്നത്. 64 days, 1800 hours and innumerable sleepless nights. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽ അപ്പ് കോൺക്ലേവ് 2024 എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത്. നവംബർ 30 ഞങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് കിട്ടുന്ന സമയത്ത് വി ജസ്റ്റ് ഹാഡ് 64 ദിവസം കൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ബ്രാൻഡിങ്, അതിൻ്റെ കൊളാട്രൽസ്, അതിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ മീഡിയ പ്രൊഡക്ഷൻ, 3000 to 5000 പേര് വരുന്നൊരു ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇവൻറ്റ് പ്രീ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ചെയ്യുക എന്നുള്ളത് വാസ് എ ഹ്യൂജ് ചാലഞ്ച് ദാറ്റ് വി അണ്ടർടുക്ക്. അത്രയും ചെറിയൊരു ടൈം പീരീഡിൽ ഇത്രയും വലിയൊരു ഇവൻറ്റ് പുൾ ഓഫ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ഇതിൽ ഏറ്റവും വലിയ ചാലഞ്ച്. ബട്ട് ഇറ്റ് വാസ് ഫൺ. 7 വർഷമായിട്ട് ഞാൻ ഇവൻറ്റ് ഫീൽഡിൽ ഉള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു ത്രില്ല് കിട്ടുന്നൊരു സംഭവമാണ് ഇവൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഈ പ്രൊഡക്ഷനിൽ എപ്പോഴും ഒരു ലിമിറ്റഡ് ടൈമേ കിട്ടുള്ളൂ. അത് ഇവൻറ്റ് നടക്കുന്നതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മാക്സിമം നമുക്ക് കിട്ടുള്ളൂ. സ്കെയിലപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു 8-9 വെന്യൂകൾ നമുക്കവിടെ സെറ്റ് ചെയ്യാണ്ടായിരുന്നു ഈ 2 ദിവസത്തിനകത്ത്. തരുന്ന മോക്കപ്സ് കാര്യങ്ങൾ അതേ രീതിയിൽ അവിടെ പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് അതേ രീതിയിൽ അവിടെ കൊണ്ടുവെക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഉത്തരവാദിത്വം. അത് അതേപോലെ നിറവേറ്റാൻ കഴിഞ്ഞത് ശരിക്കും ഇപ്പം തന്നെ എനിക്ക് പറയുമ്പം അതിൻ്റെ ഒരു രോമാഞ്ചം വരുന്നുണ്ട്. ഇത്രയും നല്ലൊരു സന്തോഷം കിട്ടുന്ന സംഭവമായിരുന്നു എനിക്ക് സ്കെയിലപ്പിലൂടെ കിട്ടിയത്. ആസ് എ സ്ട്രാറ്റജിസ്റ്റ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നത് വാസ് ടു പൊസിഷൻ ദിസ് കോൺക്ലേവ്. ഇതിനെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം അപ്പാർട്ട് ഫ്രം അതർ ബിസിനസ് കോൺക്ലേവ്സ് ഇത് കുറച്ചും കൂടെ ജനകീയമായിട്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ഓഫ് ക്രൗഡിനെ ഒരുമിച്ച് കൊണ്ടുവരിക, അവർക്ക് വേണ്ട രീതിയിലുള്ള വാല്യൂ ഇതിൽ നിന്നും കൊടുക്കുക എന്നുള്ള രീതിയിൽ ഈ കോൺക്ലേവിനെ എങ്ങനെ പൊസിഷൻ ചെയ്യാം. ആൻഡ് വി ക്രാക്ക് ദാറ്റ് ചാലഞ്ച് ബൈ പൊസിഷനിങ് സ്കെയിൽ അപ്പ് കോൺക്ലേവ് 2024 ആസ് ഇന്ത്യാസ് ഫസ്റ്റ് എവർ ഫ്യൂഷൻ ബിസിനസ് കോൺക്ലേവ്. ഇറ്റ് വാസ് എ ഫ്യൂഷൻ. ഒരു ഫെസ്റ്റിവൽ ഫീലും വരുന്നുണ്ട്, എന്നാൽ ബിസിനസ് മീറ്റ് അതിൻ്റെ ഒരു സമ്മിറ്റിൻ്റെ ഒരു ഫീലും അതിലേക്ക് വരുന്നുണ്ട്. സോ ഈ ഒരു ഫീല് ഇൻടാക്റ്റായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സംശയം ഉണ്ടാവും ഇതെന്താണ്, ലൈക്ക് എന്താണ് പ്രോഗ്രാം എന്ന് പെട്ടെന്ന് ഒറ്റയടിക്കൊരു ബിസിനസ് കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. വി ഐഡൻറ്റിഫൈഡ് എ നീഡ് ഓഫ് എ പ്രോപ്പർ എക്സ്പ്ലെയിനർ വീഡിയോ. ഇവിടെ വന്നാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്, ഇവിടെ ആരൊക്കെയാണ് വരുന്നത്, അങ്ങനെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്ലൈൻ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു 2 എക്സ്പ്ലെയിനർ വീഡിയോസ് അതായിരുന്നു നമ്മൾ ആദ്യം സെറ്റ് ചെയ്തത്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റോറി, ആളുകൾക്ക് കണ്ടിരിക്കാൻ കൗതുകമുള്ള ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു 30 to 40 seconds വരുന്ന ഷോർട്ട് ആഡ്സ് ആണ് ഇതിന് നന്നായിട്ട് വർക്ക് ആവാമെന്ന് തോന്നി. അങ്ങനെയാണ് ഞങ്ങളൊരു 6 ഷോർട്ട് ആഡ് ഫിലിംസ് ചെയ്യാൻ തീരുമാനിച്ചു. ഏതൊരു ഇവൻറ്റിൻ്റെയും ഷൂട്ട് പോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ലിബർട്ടി ഓഫ് ടൈം നമുക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു. 6 ആഡ് ഫിലിംസ് ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പം അതിലുള്ളൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി അറിയാവുന്നതുകൊണ്ട് വി പ്ലാൻഡ് എവറി ആഡ് ഫിലിം ആസ് സിംഗിൾ സീൻ ആഡ് ഫിലിംസ്. ആസ് എൻ 360-degree ഇൻ്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻസ് ഏജൻസി നമ്മുടെ ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റേയും ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഇട്ടിട്ട് ചെയ്തൊരു പ്രൊജക്റ്റായിരുന്നു സത്യം പറഞ്ഞാൽ സ്കെയിൽ അപ്പ് 2024. ഈ ഒരു സ്കെയിലുള്ള ഇവൻറ്റ് ഈ ഒരു ഗ്രാൻഡ്യൂറിൽ നടത്താൻ ആവശ്യമായ എല്ലാം ഡെലിവർ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഇസ് ട്രൂലി ഫുൾഫില്ലിങ്. ഇനീഷ്യലി തന്നെ നമ്മളൊരു മനസ്സിൽ ഒരു അഡ്മിഷൻ ചെയ്ത് ഒരു 6000 രജിസ്ട്രേഷൻസ് വേണം, 6000+. എക്സാക്ട്ലി ആ നമ്പേഴ്സ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ സെറ്റ് ചെയ്ത സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ എത്താനെടുത്ത ഓരോ പാത്ത്, ഇത് സീംലെസ്ലി 2 months കൊണ്ട് നമ്മൾ വി ഹാവ് ഡൺ ഇറ്റ്. പേഴ്സണലി ഇതിൽ എൻ്റെ ഫേവറേറ്റ് ഡേ എന്ന് പറയാം, അല്ലെങ്കിൽ ഫേവറേറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഇവൻ്റ് ഡേ ആയിരുന്നു. നമ്മൾ ഡേ 1 തൊട്ട് എന്താണോ ചെയ്തത് അതിൻ്റെ റിസൾട്ട്സ് ആയിരുന്നു പിന്നെയുള്ള 2 ദിവസം അവിടെ കാണുന്നത്. എവറിത്തിങ് വാസ് ബ്യൂട്ടിഫുൾ. എന്താണോ നമ്മൾ സ്കെയിലപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത് അത് അവിടെ നമുക്ക് കാണുന്നുണ്ടായിരുന്നു. അതിലേക്കുള്ള ക്രൗഡ്, അതിലേക്കുള്ള സ്പീക്കേഴ്സ് എല്ലാവരും കൂടെ വന്ന് കാണുമ്പോൾ യെസ് വി ഡിഡ് ഇറ്റ്. സ്കെയിൽ അപ്പ് 2024 വാസ് ദ perfect kickstart to 2024 that we needed, and we pulled it off, we did it, and we delivered. In Expresso we believe results define the agency, not the creatives. Our റിസൾട്ടിൻ്റെ ഒരു റിയൽ ടൈം ടാഞ്ചിബിൾ എക്സാമ്പിളാണ് സ്കെയിൽ അപ്പ് കോൺക്ലേവ് 2024 എന്ന് പറയുന്നത്.